ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം പടരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല വെള്ളം, അതായത് തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കുടിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു കാലം വേനൽ കാലമാണ്. എന്നാൽ ഇടയ്ക്ക് ചില പ്രദേശങ്ങളിൽ നല്ല മഴ ലഭിക്കുന്നുണ്ട്. പക്ഷെ വെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട്, മലിനജലം കുടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഈ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ മലിനജലം കുടിക്കുന്നതിന് ഉപയോഗിച്ചതിന്റെ കാരണത്താലാണ് രോഗബാധിതരായിട്ടുള്ളത് ആളുകൾ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഈ സ്ഥിതി നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സാധാരണ ബാല്യകാലത്തൊക്കെ വന്ന് ഇത് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം വളരെ മികച്ചതായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെറുപ്പകാലത്ത് അങ്ങനെ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ വന്നു പോകുന്ന ഒരു സാഹചര്യം, അങ്ങനെ സ്വയമേ ശരീരം ഒരു രോഗപ്രതിരോധ ശേഷി അതിലൂടെ അങ്ങനെ ആർജിക്കുന്ന സ്ഥിതിയില്ല. കാരണം നമുക്ക് ആ കാലഘട്ടത്തിൽ രോഗം വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണത്. മുതിർന്നു കഴിഞ്ഞ് രോഗം വന്നാൽ അത് വളരെ വളരെ സീരിയസ് ആകുന്ന ശാരീരിക അവസ്ഥകളിലേക്ക് നമ്മളെ നയിച്ചേക്കാം. അതുകൊണ്ട് നമ്മളിത് കൂടുതൽ ഗൗരവത്തോടെ കാണണം. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം അത്രത്തോളം നല്ലതായതുകൊണ്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട്. അപ്പൊ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയുമായി ബന്ധപ്പെട്ട ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ മന്ത്രിതലത്തിൽ യോഗം ഞാൻ വിളിച്ചിരുന്നു. കാരണം കേസസ് കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ. അതുകൂടാതെ ജില്ലാ കളക്ടർമാരോട് ജില്ലകളിൽ DMOമാർ, അതുപോലെ വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചുകൊണ്ട് കൃത്യമായി രോഗബാധിതരായിട്ടുള്ളവർക്ക് കൃത്യമായ ചികിത്സ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജലജന്യ രോഗങ്ങളാണ് വേനൽക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്. അതിൽ ഒരു പ്രശ്നമാണ് ഹെപ്പറ്റൈറ്റിസ് എയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇക്കാര്യത്തിൽ ജലവിഭവ വകുപ്പുമായിട്ട് ജില്ലാടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും ഉണ്ടായത്. കാരണം ഇപ്പോ മലപ്പുറത്ത് നിലമ്പൂരിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പ്രശ്നമുണ്ടായത് ഒരു പ്രോജക്റ്റിന്റെ, അതായത് ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഒരു ഗ്രാമപ്രദേശത്ത് എത്തുന്ന കുടിവെള്ളം, അപ്പൊ അതിലേക്ക് ആ വെള്ളം എടുക്കുന്ന പുഴയിലേക്ക് വീടുകളിൽ നിന്നും അതുപോലെ കടകളിൽ നിന്നും ഒക്കെയുള്ള മാലിന്യം, ടോയ്ലറ്റ് മാലിന്യം ഉൾപ്പെടെയുള്ളവ ആ പുഴയിലേക്കാണ് തള്ളുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ട്രീറ്റ് ചെയ്യാതെ വെള്ളം എടുക്കുന്നു എന്നുള്ളത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജല സ്രോതസ്സുകൾ നല്ല രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ വലിയ രീതിയിൽ വളരെ പ്രയാസപ്പെട്ടു, വളരെ ശ്രമകരമായിരുന്നു. ആ രീതിയിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ജലവിഭവ വകുപ്പിന്റെ, പഞ്ചായത്തിന്റെ, ചില വാട്ടർ അതോറിറ്റി മാത്രം ആകണം എന്നില്ല, ചില ജലവിതരണ സംവിധാനങ്ങൾ പ്രാദേശികമായിട്ടുള്ള സംവിധാനങ്ങളായിരിക്കാം. അപ്പം ഏതായാലും ചിലപ്പോൾ ലീക്കേജും ഉണ്ടാകും. ചിലപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളിൽ ഇടയ്ക്കുണ്ടാകുന്ന ലീക്കേജുകളിൽ അതിലേക്ക് മലിനജലം പകരുന്നത് കൊണ്ടുണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാം. അപ്പൊ ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇത് സാധ്യമാകേണ്ടതായിട്ട് ഉള്ളത്. നല്ല വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നുള്ളത്